അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ ലെറ്റ്സ് പ്ലേയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ അയണും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സോ നമ്മളെ ഫാർമിംഗ് ഏരിയയിലത്തെ ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൗ ഫാർമും കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. വെറുതെ ഒന്നുമില്ല, ജസ്റ്റ് ഫുഡിന് വേണ്ടിയിട്ടാണ്, ഫുഡിന് വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമുക്ക് കൗ ഫാർം ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് മുമ്പ് ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനലും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 5K ആണ്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോക്ക് ചെറിയൊരു ലൈക്കും കൂടി ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വീഡിയോ ഇടുന്നല്ലേ, ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗ ഫാർമും കാര്യങ്ങളൊക്കെ എവിടെ ബിൽഡ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യാം. ഓൾറെഡി നമ്മളെ വീറ്റ് ഫാർമും അതുപോലെ തന്നെ ഷുഗർ കെയിൻ ഫാർമൊക്കെ ഈ ഒരു ഏരിയയിലായിട്ടുണ്ടല്ലോ. സോ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഇത്രയും ബ്ലോക്ക് ഇവിടുന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമ്മളെ കൗ ഫാർമും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആദ്യം തന്നെ ഈ ഒരു മരം മുറിക്കണം. അതിനുശേഷം ഇവിടുത്തെ മൊത്തത്തിലുള്ള ഡേർട്ട് എടുത്ത് കളയാം. അങ്ങനെ കഴിച്ച് ഞാൻ ഇവിടുത്തെ മരം ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടുന്ന് ഈ ഒരു അറ്റത്തോളം ഞാൻ ബോർഡർ വരച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഡേർട്ട് എടുത്തു. അതുപോലെ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതും ഞാൻ മുറിച്ച് മാറ്റി. ഇനി നമുക്ക് ഇത്രയും കൂടി ഡേർട്ട് എടുക്കാനുള്ളൂ. ഇത് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കൗ ഫാർമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഞാൻ ക്രിയേറ്റീവ് ആണോ കളിക്കുന്നതെന്ന് ഒരു ചെറിയ ഡൗട്ട് ഉള്ള പോലെ എനിക്ക് ഫീലായി. അതിലൊരു ബ്രോ കമൻറ്റും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഞാൻ സ്റ്റാറ്റിസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ഞാൻ ക്രിയേറ്റീവ് ആണോ കളിക്കുന്നതല്ലയോ എന്ന്. എന്തായാലും നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഓരോന്ന് വീതം നോക്കാം. എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ എല്ലാം കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇതിൽ ക്രിയേറ്റീവ് കളിക്കേണ്ട ആവശ്യമില്ല എനിക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നത്, ഞാൻ കുറേയധികം മോഡ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കുറേയധികം റിസോഴ്സ് പാക്സും അതുപോലെ തന്നെ കുറേയധികം മോഡ്സും ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ മോഡ്സും റിസോഴ്സ് പാക്ക് ഇട്ടുകൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ ക്രിയേറ്റീവ് ഇതുവരെ കളിച്ചിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇത്രയും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റിമൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഷവലും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നമുക്കിനി ഒരു ഷവലും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. നമ്മളടുത്ത് 19 അയണും കൂടി ബാക്കിയുണ്ട്. പിന്നെ നമുക്ക് ഈ സ്റ്റോൺ ഷവലും കൂടി എടുക്കാം. ഞാൻ പണി ഇച്ചിരി സ്പീഡിലാവട്ടെ പറഞ്ഞിട്ടാണ് ഈ അയൺ ഷവൽ കൊണ്ട് തന്നെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഗൈസ്, ഞാനിത് ഇവിടെ ഇത്രയും ഏരിയ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെ ഫെൻസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കയ്യിൽ അന്നത്തെ ബാക്കി ഫെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ 14 ഫെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പോരാ, നമുക്ക് ഇനിയും കുറച്ചും കൂടി ക്രാഫ്റ്റ് ചെയ്യാം. അപ്പം നമുക്കാണെങ്കിൽ വെറും 32 ഫെൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇത്രയൊന്നും പോരാ. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഓക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം. ഓക്കെ, അത്യാവശ്യം വേണ്ട ഓക്കും കാര്യങ്ങളൊക്കെ ഞാൻ കളക്ട് ചെയ്തു. ഏകദേശം 57 ഓക്ക് ലോഗും കൂടി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് കൊണ്ടുപോയിട്ട് പ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ചും കൂടി ഫെൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു സ്റ്റാക്ക് ഫെൻസും പിന്നെ 16 ഫെൻസും കൂടി എക്സ്ട്രാ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ എന്തായാലും നമ്മളതിൽ ഇനിയും ബാക്കി പ്ലാങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് ഞാൻ മൊത്തത്തിൽ തീർക്കുന്നൊന്നുമില്ല. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കൂട് പോലെ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളെ കൂടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ഹേബിയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിൽ ഫുഡിന് വേണ്ടി ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ കൂടും കാര്യങ്ങളൊക്കെ ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വലിയ ഡിസൈനൊന്നും ഇല്ല, ജസ്റ്റ് നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കി. നമുക്ക് എന്തായാലും ഇനി പോയിട്ട് പശുവിനെ എവിടെന്നെങ്കിലും തപ്പിക്കൊണ്ട് വരണം. ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇവിടുന്ന് കണ്ടിട്ടൊന്നുമില്ല. ഇത് നമ്മളെ മൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും തപ്പി നോക്കാം, ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവും. അങ്ങനെ കുറേ ദൂരം നടന്ന് നമുക്ക് ഒരു പശുവിനെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പശുവെ നമുക്ക് ഇത്രയും നേരമായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി എണ്ണം എവിടെയുള്ളതെന്ന് ഇതവിടെ 3 എണ്ണം. ഓക്കെ, 3 എണ്ണമെങ്കിൽ 3 എണ്ണം. വാ മോനെ വാ, നമുക്ക് എന്തായാലും ഇതിനെല്ലാം കൊണ്ട് നമ്മളെ ഐലൻഡിലേക്ക് പോവാം. ഇത് വേറൊരു ഐലൻഡാണ്, ഞാൻ വേണം കാണിച്ചു തരാം. കണ്ടോ, ഇത് വേറൊരു ഐലൻഡാണ്. നമ്മളെ ഐലൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐലൻഡാണ് നമ്മളിത്. ഇത് വേറൊരു ഐലൻഡാണ്. അത്യാവശ്യം നടന്നു വന്നു ഞാൻ. എന്തായാലും നമുക്ക് ഇവന്മാരെ കൊണ്ട് നേരെ ബേസിലേക്ക് പോവാം. അങ്ങനെ അത്യാവശ്യം ടൈം എടുത്തിട്ട് ഞാൻ ഇവന്മാരെ പൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്കൊരു ഷീപ്പിനെയും കൂടി ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ കളഞ്ഞില്ല, അതിനെയും കൂടി ഒന്നിച്ച് കൂട്ടി. എന്തായാലും നമുക്ക് ഇത്രയും ആൾക്കാരെ നമ്മളെ കൂട്ടിൽ കൂട്ടാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. എന്തായാലും സന്ധ്യ ആയിട്ടുണ്ട്, നമുക്ക് പോയി കിടന്നുറങ്ങാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഗൈസ് ഇവിടുത്തെ ഷുഗർ കെയിനും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഒഴിവാക്കാം. ഇതൊക്കെ വളർന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഷുഗർ കെയിൻ മൊത്തത്തിൽ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഈ ഒരു വീറ്റും ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് പുതിയത് നടാം. അങ്ങനെ ഞാൻ ഇവിടുത്തെ മൊത്തത്തിലുള്ള വീറ്റും ഉരുളക്കിഴങ്ങും ക്യാരറ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ച് നടണം.
അപ്പോൾ നമുക്ക് കുറേയധികം വീറ്റ് സീഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പശുകളെല്ലാം ഉള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് വീറ്റൊക്കെ ചിലവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവിടെ ഇത്രയും ഞാൻ വീറ്റ് നട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി അങ്ങോട്ട് ക്യാരറ്റും പൊട്ടറ്റോ മിക്സ് ആയിട്ട് നടാം. ഓക്കെ, ഞാനിത് ഇവിടെ ഇത്രയും ക്യാരറ്റ് നട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഈ വരുന്ന സ്ഥലത്തെല്ലാം നമുക്ക് പൊട്ടറ്റോ നടാം. ഇനി നമുക്ക് എല്ലാത്തിനും സെപ്പറേറ്റ് ഫാർം ഉണ്ടാകണം. അതായത് വീറ്റിന് വേറെ ഫാർം, പൊട്ടറ്റോയ്ക്ക് വേറെ ഫാർം, ക്യാരറ്റിന് വേറെ ഫാർം പറഞ്ഞിട്ട് ഓരോ ഫാർം നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാം നട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലുള്ള വീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ ഒരു പശുക്കുട്ടികൾക്ക് തിന്നാൻ വേണ്ടി കൊടുക്കാം. ഓടുത്ത് നമ്മളെ വീറ്റ് കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. വാ മക്കളെ വാ. ഇവരൊക്കെ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണല്ലോ ദൈവമേ. ഇങ്ങോട്ട് വാ മക്കളെ തിന്നാൻ വേണ്ടി. ഓക്കെ, എല്ലാവർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ആട്ടുംകുട്ടിയാണെങ്കിൽ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കൊടുത്തിട്ടും കാര്യമില്ല, അത് ബ്രീഡാവത്തില്ല. നമുക്കൊരു ആടിനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടെ ഒട്ടുമിക്ക സ്ഥലത്തെല്ലാം തപ്പി നോക്കി. നമുക്കാണെങ്കിൽ ഒരു ഷീപ്പിനെങ്കിലും കിട്ടിയിട്ടില്ല. ഈ പുതിയ മൈൻക്രാഫ്റ്റ് വേർഷനിലാണെങ്കിൽ അത്യാവശ്യം ടഫാണെന്ന് തോന്നി ആനിമൽസിനൊക്കെ കിട്ടണമെങ്കിൽ. അതുപോലെ മോബ്സ് സ്പോൺ ആവുന്നതും കുറച്ച് കുറവാണ്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ കളിക്കുന്ന ലോഞ്ചറിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ ഭയങ്കര റെയർ ആയിട്ടാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നത്. അല്ലാതെ ബാക്കിയുള്ള ഐറ്റംസ് ഇങ്ങനെ വെറുതെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കൗവിനെ മാത്രമേ പിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഷീപ്പിനെ നമുക്ക് പിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഞാൻ എന്തായാലും കുറേയധികം തപ്പി നോക്കി. എന്തായാലും ഇന്നത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ എനിക്കറിയണമല്ലോ എത്ര ആൾക്കാർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്ന്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ 1, 2, 3 എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത എപ്പിസോഡിൽ വാ.